ട്രാവൻകൂർ സിസ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് താരറാണിമാരായിരുന്ന ലളിത, പത്മിനി, രാഗിണി എന്നീ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഒപ്പം അവരുടെ അമ്മാവന്റെ മകളായ ഒരു നടി കൂടി വളർന്നു വന്നു. അവർ പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തിരക്കുള്ള ഒരു അഭിനേത്രിയായി മാറി. നൃത്തവേദിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ ആ മലയാളി പെൺകുട്ടിക്ക് ആദ്യം അവസരമൊരുക്കിയത് തമിഴ് സിനിമാവേദിയായിരുന്നു. ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ക്യാമറയിലേക്ക് പകർത്തപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. അന്നും ഇന്നും അത്രയധികം ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത 2500ഓളം സിനിമകൾ എന്ന റെക്കോർഡിലേക്കാണ് പിൽക്കാലത്ത് ആ നടി നയിക്കപ്പെട്ടത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി മുതൽ ബംഗാളി സിനിമയിൽ വരെ ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറിയ മഹാനടി. മികച്ച സഹനടിക്കുള്ള ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങളും കലൈ മാമണി മുതൽ പത്മശ്രീ വരെയുള്ള പരമോന്നത ബഹുമതികളും ഭാഷാതീതമായി സമ്മാനിക്കപ്പെട്ട മഹാപ്രതിഭ. മലയാള സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും കണ്ട അത്യപൂർവമായ ഒരു അമ്മ നക്ഷത്രം. ആയിരക്കണക്കിന് സ്ത്രൈണഭാവങ്ങൾ അനശ്വരമാക്കി 11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസത്തിൽ നമുക്കരികിൽ നിന്നും അണഞ്ഞുപോയ ഓർമ്മയിൽ എന്നും സുകുമാരി അമ്മ. മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവ മാസ്റ്ററിന്? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ്. ഈ സാറിന് എന്റെ മോനാവാനുള്ള പ്രായമേ ഉള്ളൂ. മോനെ, അസ്സലാമു അലൈക്കും. എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ, ഐ ഡോണ്ട് മൈൻഡ്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി. ലോകത്തിന്റെയും പാലത്തിന്റെയും കാര്യം ശലോമോൻ വിശദമായി അറിയണ്ടെന്ന് കരുതിയ അവന് പുറത്തേക്ക് അയച്ചത്. ഈ നേരത്താണോ റിപ്പയർ? മണി എത്രയെന്ന് അറിയാമോ? അരുൺ ദുബായിലാണെന്നല്ലേ പറഞ്ഞത്? I have been there for few hours. ചിന്നമ്മ പറയുന്നു നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ചില ടീച്ചർ എന്ന് പറയുന്ന ഒരു പടമുണ്ട്. മധുസാർ നിർമ്മിച്ച് PN മേനോൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി സാരി ചേച്ചിയുടെ സ്വന്തം സാരി ഉടുത്തിട്ട് അത് കൊണ്ടുവരാൻ മറന്നുപോയി. ഷൂട്ടിംഗ് ഒറ്റ കാരണം കൊണ്ട് മുടങ്ങും എന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത്. അപ്പോൾ ചേച്ചി എന്നെ സേവ് ചെയ്യാനായിട്ട് മധുസാറൊക്കെ വഴക്ക് പറയും, മേനോസാറൊക്കെ വഴക്ക് പറയും. അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി ആ സാരി തപ്പി എടുത്ത് കൊണ്ടുവന്ന് ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ കണ്ടിന്യൂറ്റി ഡ്രസ്സ് കൊണ്ടുവന്നൊരു ഓർമ്മ എൻ്റെ തുടക്കകാലത്ത് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ആ രീതിയിൽ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ നിന്നാണ്. പിന്നീട് വേറെയും സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സേതുമാ സാറിൻ്റെ സിനിമകളിലൊക്കെ സുകുമാരി ചേച്ചി പ്രധാന വേഷങ്ങളിൽ എന്ന് വെച്ചാൽ ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആരോരും അറിയാതെ അങ്ങനെയുള്ള സിനിമകളിൽ. ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോഴും കുറേ സിനിമകളിൽ ചേച്ചി എൻ്റെ പടത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും സുകുമാരി ചേച്ചിയെ ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ വലിയ സന്തോഷവുമുണ്ട്. കാരണം ഈ പുതിയ തലമുറ ഒരുപക്ഷെ ചേച്ചിയെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പുതിയ തലമുറ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ഇത്തരമൊരു പരിപാടിയിലൂടെ വീണ്ടും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചിയുടെ ഓർമ്മകൾ എന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിച്ച എന്റെ ആദ്യത്തെ പടം ഡയമണ്ട് നെക്ലേസിലൂടെ തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ചിത്രത്തിൽ അത്രയും വലിയൊരു എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടർ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിച്ചിട്ടുള്ള സുകുമാരി അമ്മയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ സീൻ എന്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഡയമണ്ട് നെക്ലേസ്. എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും അറിയാത്ത സമയത്താണ് അത്രയും വലിയൊരു ആക്ട്രസിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോ
ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ ആ ഒരു സിനിമയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണെങ്കിൽ എനിക്കറിയാം, ഈ അന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് 5 മണി 6 മണിയൊക്കെ സമയത്ത് കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവരും നമ്മുടെ സീറ്റിൽ. അപ്പം ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കലില്ല. ഉച്ചയ്ക്ക് 2 മണിക്കാണല്ലോ നമ്മൾ ലഞ്ച് കഴിക്കുക. അപ്പൊ പിന്നെ 5 മണിക്കൊരു ദോശ അങ്ങനെ പോകാറില്ല. പക്ഷെ അമ്മ നിർബന്ധിപ്പിച്ചേ ഇല്ല നമ്മൾ കഴിക്കണം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, ഇടയ്ക്കൊരു ദോശയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിർബന്ധിച്ച് അവരെ പ്രൊഡക്ഷന്റെ ആൾക്കാരെ കൊണ്ട് അനുവിനും കൊടുക്കുന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്ന് കഴിക്കാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഒരിക്കലും സിനിമയിലെ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്പേസിൽ സുകുമാരി അമ്മയുടെ കൂടെ അഭിനയിച്ച കുറെ മുഹൂർത്തങ്ങളുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ട്രസ് തന്നെയാണ് ഞാനും. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട്. താങ്ക് യു. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് സുകുമാരി ചേച്ചിയായിരിക്കും. അത് കഴിഞ്ഞാൽ ജഗദീഷ് കുമാറായിരിക്കും. മാത്രമല്ല സുകുമാരി ചേച്ചിയുടെ കയ്യിൽ ഇണങ്ങാത്തൊരു കഥാപാത്രങ്ങളുമില്ല. തമ്പുരാട്ടിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറാണെങ്കിലും, കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും വില്ലത്തിയാണെങ്കിലും എല്ലാ ക്യാരക്ടറും ഇണങ്ങുന്ന ഒരു നടിയായിരുന്നു സുകുമാരി ചേച്ചി. എൻ്റെ മിക്കവാറും എല്ലാ സിനിമകളിലും സുകുമാരി ചേച്ചിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡേവിഡ് മിസ്റ്റർ ഡേവിഡിൽ ചെറിയൊരു സീനാണ്, ഒരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് പറയുന്നൊരു ആ വേഷത്തിന് പോലും വിളിച്ചാൽ ഓടിയെത്തും. അത്ര എന്നെ അമ്മ എന്താ വേഷം എന്ന് ചോദിച്ച് ഓടി വരുന്ന അത്ര ഒരു സ്നേഹം, എല്ലാവരുമായിട്ടും വളരെ അടുപ്പം. ആ സുകുമാരി ചേച്ചി അതുപോലെ മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. സുകുമാരി ചേച്ചി എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നത് എൻ്റെ സിനിമകളിൽ സിംഹവാലൻ മേനോൻ എന്ന സിനിമയിൽ ഒരു ക്യാരക്ടറാണ്. അതിലൊരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുകുമാരി ചേച്ചി. അതേ സമയത്ത് സുകുമാരി ചേച്ചിയെ ഒരു വേഷം കെട്ടിച്ച് ഒരു നാടൻ അമ്മയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു കളികളുണ്ട് അതിനകത്ത്. അതിലൊക്കെ സുകുമാരി ചേച്ചി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ്. അതുപോലെ എത്ര സിനിമകൾ സുകുമാരി ചേച്ചിയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം മലയാള സിനിമയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും ഏത് സിനിമ എടുത്ത് കണ്ടാലും ഒരു സുകുമാരി ചേച്ചി ഉണ്ടാവും. ആ സുകുമാരി ചേച്ചി മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. സുകുമാരി ചേച്ചിയെ പോലെയല്ല ഒരുപാട് ആൾക്കാർ ഒരു കാലഘട്ടം പോലും മലയാള സിനിമയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. അതിലൊന്നാണ് സുകുമാരി ചേച്ചി. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട പ്രഗത്ഭരായ നടിമാരിൽ ഒരാളാണ് സുകുമാരിയമ്മ എന്ന് പറയുന്നത്. കാരണം ഞാനൊക്കെ റെഫറൻസ് എടുക്കുന്നത്, ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ റെഫറൻസ് എടുക്കുന്നത് സുകുമാരിയമ്മയും ലളിതാമ്മയും പോലുള്ള ആൾക്കാർ പെർഫോം ചെയ്ത ക്യാരക്ടേഴ്സാണ്. അവരൊന്നും ബാക്കി വെച്ചിട്ടില്ല ഒന്നും. ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇനി റെഫറൻസ് എടുക്കേ നിവൃത്തിയുള്ളൂ. വളരെ നന്മയുള്ള, അതായത് ഭക്ഷണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വന്നിരുന്നാൽ അങ്ങ് നിരത്തി വെക്കും സാധനങ്ങൾ, ഭക്ഷണത്തിന്റെ സാധനങ്ങൾ നിരത്തി വെക്കും. എന്നിട്ട് പറയും വരുന്നവര് പ്രൊഡക്ഷനിൽ ബോയ്സിനെയും ഇവരെല്ലാം പോകുന്നവരൊക്കെ വിളിക്കും അമ്മ. സുകുമാരിയമ്മയുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം എടുത്തു തരുന്നതും വിളമ്പി തരുന്നതും നമ്മളെ തീറ്റിക്കുന്നതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സുകുമാരിയമ്മയ്ക്ക്. സോ നമുക്കൊരു വലിയ നഷ്ടമാണ് സുകുമാരിയമ്മ. ഞാൻ ഏതാണ്ട് ഒരു 40-42 പടം അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഒരു 30-32 പടത്തിൽ എൻ്റെ ആ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പടത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്ത ഇതാ ഇന്ന് മുതൽ ഫസ്റ്റ് പടം, എൻ്റെ പൊന്നുകൂടത്തിന് തൊട്ട് ശംഖുനാഥൻ തുടങ്ങി ഒത്തിരി പടത്തിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മലയാള സിനിമയിലെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അവരെ കണ്ടു പഠിക്കണം ഓരോ കാര്യങ്ങൾ. അവർ നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ ഒരമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി നിൽക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ലാളിത്യം നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും. അവരുടെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ്. സുകുമാരി അമ്മയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ സീരിയല് അഷ്ടബന്ധം എന്ന് പറഞ്ഞ സീരിയലാണ്. പക്ഷെ ടെലികാസ്റ്റ് വന്നത് മനസ്സെന്ന് പറഞ്ഞ സീരിയലാണ്. വർക്ക് ചെയ്യുന്നത് അമ്മയുടെ മോളായിട്ടാണ്. അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയൽ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ആദ്യമായിട്ട് അമ്മയുടെ മോളായിട്ട് ഞങ്ങളൊരു ബ്രാഹ്മൺ കുടുംബത്തിലെ ഒരു കഥയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഒരു LKG നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ പഠിക്കും, ആദ്യാക്ഷരങ്ങൾ, ഒരു ബേസിക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെല്ലാം അമ്മയിൽ നിന്ന് അമ്മ റെഡിയാവുന്നത്. അമ്മയുടെ ഡെഡിക്കേഷൻ, വിഗ് വെച്ച് അമ്മയ്ക്ക് മൂക്കുത്തി ഒന്നും ഇല്ലല്ലോ ആ സമയത്തെല്ലാം ഒട്ടിക്കുന്ന മൂക്കുത്തി. അപ്പം തമിഴ് ബ്രാഹ്മൺ കൾച്ചർ ആയതുകൊണ്ട് 2 മൂക്കുത്തിയൊക്കെ ഒട്ടിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ, അപ്പൊ അന്ന് എനിക്ക് ഒരു മൂക്കുത്തി ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അത്രയും കീനായിട്ട് ഉടുക്കുന്ന ഡ്രസ്സ്, അത് 18 മുഴം മറ്റേ ചേല തന്നെ വേണം, അത് അമ്മ മദ്രാസിൽ പോയി അമ്മ എല്ലാം അത് അമ്മയെ കൊണ്ടുവരുന്നത് എല്ലാം.
അപ്പൊ അങ്ങനെ എല്ലാം എന്താ പറയാ, എനിക്ക് ഏറ്റവും അധികം വർക്ക് ചെയ്ത് അതിനുശേഷം ഞങ്ങള് ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സീരിയലിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു ഓർമ്മയ്ക്ക് മുന്നിൽ അഷ്ടാംഗം പ്രണമിക്കുന്നു.